ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക്കാജിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സാംസങ്ങിന്റെ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. എസ് സീരീസ് ഫോൺ തന്നെയാണ്. ഇനി S24 FE ആണ് വരാൻ പോകുന്നത്. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണാണ്. FE സീരീസുകൾ എപ്പോഴും നമുക്ക് വില കുറഞ്ഞ് മേടിക്കാൻ പറ്റുന്ന സാംസങ്ങിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ ഉള്ളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് ഫാൻസിന് വേണ്ടി FE സീരീസ് ഇറക്കുന്നത്. പക്ഷെ അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6.4 ഇഞ്ച് ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. HD+ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. സാംസങ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FE സീരീസുകൾ ബെസൽലെസ് വളരെ കൂട്ടിക്കൊണ്ട് ഫോൺ ഇറക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം FE സീരീസ് എന്ന് പറഞ്ഞാൽ താഴ്ന്നെടുത്തിട്ട് തന്നെ ബെസൽലെസ് കൂട്ടി ഇട്ട് അതൊരു ഫോൺ നശിപ്പിക്കുന്ന രീതി എനിക്ക് തോന്നി. കാരണം ബെസൽലെസ് വളരെ കുറച്ചിറക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴത്തെ എല്ലാ ഈ സെഗ്മെന്റിൽ ഇത് വരാൻ പോകുന്ന ഒരു 60-50 ഇടയ്ക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പോഴും ഈ സെഗ്മെന്റിൽ ഒരിക്കലും ഇത്രയും എഡ്ജ് കയറിയ ഫോണുകൾ വളരെയില്ല. ഈ പ്രാവശ്യം എഡ്ജ് കുറച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എഡ്ജ് കുറച്ചായിരിക്കും വരാൻ പോകുന്നത്. കാരണം S23 FEയിൽ എഡ്ജ് കൂട്ടിയാണ് വന്നേക്കുന്നത്. കാരണം അതാണ് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും ഇതിനേക്കാളും പ്രൈസ് കുറഞ്ഞ ഫോണുകളിൽ പോലും ഇത്രയും ബെസൽലെസ് ഇല്ല. ബെസൽലെസ് വളരെ കുറച്ച് ഇച്ചിരി കൂട്ടിക്കോ, നിങ്ങൾ ഇച്ചിരി കുറച്ച് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. കാരണം വളരെ കൂടുതലാണ് ബെസൽലെസ് S20. പക്ഷേ S21 FE അവർക്ക് ഇറക്കിയപ്പോൾ കുഴപ്പമില്ലാതെ ഇറക്കി. ഒരു നല്ല രീതിയിൽ S21 FEയുടെ ഡിസ്പ്ലേ ഇപ്പോഴും ഞാൻ പറയുന്നു അതാണ് ഏറ്റവും നല്ല ഡിസ്പ്ലേ. ആ ഒരു സീരീസിൽ S23 ഏറ്റവും ബെസൽലെസ് കുറഞ്ഞൊരു ഡിസ്പ്ലേ S21 FEയിലായിരുന്നു. പിന്നെ S23 FEയിൽ വളരെ ബെസൽലെസ് കൂടുതലാണ്. ഈ പ്രശ്നം എന്തായാലും കുറയ്ക്കാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ കുറയ്ക്കുമായിരിക്കും അവർ. കുറച്ചാൽ നല്ലൊരു ഫോൺ ആയിരിക്കും വരാൻ പോകുന്നത്. കുറയാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം വരുമ്പോൾ. വരാൻ പോകുന്ന അലുമിനിയത്തിന്റെ ഫ്രെയിമിലായിരിക്കും വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആയിരിക്കും. എനിക്ക് തോന്നുന്നു S23യുടെ ആ ഒരു സീരീസിൽ വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് ബാക്കിലും പിടിച്ചേക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഗ്ലാസ് ആയിരിക്കും. ഗൊറില്ല ഗ്ലാസ് വിറ്റസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇസ് പ്രെറ്റി ഗുഡ്. കാരണം സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ക്യാമറ സ്പെക്സ് വരുവാണെങ്കിൽ നമുക്ക് ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഒരു 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 10 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും നല്ല ക്യാമറ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം അത്ര നല്ല ക്യാമറ. കാരണം S23 പ്ലസിന്റെ സെയിം ക്യാമറ ഔട്ട്പുട്ട് തന്നെ ഇവിടെ കിട്ടും. കാരണം അത്രയും നല്ല ഔട്ട്പുട്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയും നാൾ ഇറങ്ങിയ FE സീരീസിൽ ഏറ്റവും നല്ലത് ക്യാമറയാണ്. ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് സാംസങ് ഒന്നും പറയാനില്ല. അടിപൊളി ക്യാമറ ആയിരിക്കും വരാൻ പോകുന്നത്. നല്ല സ്പെക്സ് ആണ്. ഫ്രണ്ട് വരുന്ന 12 മെഗാ പിക്സലിന്റെ ക്യാമറ. ഫ്രണ്ടിലും 4K 60 FPS കിട്ടുന്നുണ്ട്. റിയല് നമുക്ക് മെയിൻ സെൻസറിൽ നമുക്ക് OIS കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ സ്പെക്സ്. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ കാര്യം വരുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും പക്ഷെ നമുക്കൊരു 4500 to 500,000 mAh ഈ രണ്ട് ഇതിലിടയ്ക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. മിക്കവാറും 4500 തന്നെ ആയിരിക്കും ബാറ്ററി ലൈഫ് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫാണ്. 25 വാൾട്ടിന്റെ ചാർജർ അല്ലെങ്കിൽ 45 വാൾട്ട് തരാൻ സാധ്യത കുറവാണ്. കാരണം M സീരീസിലോട്ട് അവർ 45 വാൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഈ ഒരു സീരീസിൽ കൊടുക്കാൻ സാധ്യത. കാരണം A സീരീസിൽ കൊടുത്തില്ല. അപ്പൊ മിക്കവാറും 25 വാൾട്ട് തന്നെ ആയിരിക്കും ചാർജർ. മിക്കവാറും 25 വാൾട്ടിന്റെ ചാർജർ ആയിരിക്കും. കേബിൾ മാത്രമേ കാണത്തുള്ളൂ. ബോക്സിൽ കേബിൾ മാത്രമേ കാണത്തുള്ളൂ. ചാർജർ സെപ്പറേറ്റ് മേടിക്കണം. 45 വാൾട്ട് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, ചാർജ് കയറും. ഡിസൈനിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് S23യിലെ ഡിസൈനിൽ S സീരീസിലെ ഡിസൈനുകൾ തന്നെയായിരിക്കും ഈ പ്രാവശ്യം S23 FEയിൽ വരാൻ പോകുന്ന ഡിസൈൻ. അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസൈൻ തന്നെ. അവരുടെ S സീരീസ് ഡിസൈൻ തന്നെയാണ് വരാൻ പോകുന്നത്. 3 കളേഴ്സിൽ, ചിലപ്പോൾ 3 കളേഴ്സിൽ കാണും. അത് ഇതുവരെ റിവീൽ ആയിട്ടില്ല 3 കളേഴ്സ് ഏതൊക്കെയാന്നുള്ളത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരാൻ പോകുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. 4.0 ആയിരിക്കും വരാൻ പോകുന്നത്. USB 3.2 ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ വരുന്ന DDR-ന്റെ 5x RAM വരുന്നുണ്ട്. ഈ സ്റ്റാർട്ടിങ് എനിക്കൊന്ന് 3 വേരിയന്റിൽ കാണും. 8GB 128, 8GB 256, 12GB 256 ഈ 3 വേരിയന്റിൽ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ IP റേറ്റിംഗ് വരുന്നുണ്ട്. IP68 ആയിരിക്കും വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലതാണ്. ഡസ്റ്റ് പ്രൂഫ് ആണ്. നമുക്ക് വാട്ടർ റെസിസ്റ്റന്റും ആണ്. 68 ഒരു 1 മീറ്റർ വരെ വെള്ളത്തിൽ വീണാലും കുഴപ്പമൊന്നുമില്ല. 68 അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 14ലായിരിക്കും വരാൻ പോകുന്ന. One UI 6.1ലായിരിക്കും വരാൻ പോകുന്നത്. 7ൽ വരാൻ സാധ്യതയില്ല. മിക്കവാറും അതിന് മുന്നേ ഇറങ്ങും. 7 പിന്നെ വരത്തുള്ളൂ. One UI 7. അതിന് മുന്നേ എന്തായാലും One UI 6.1ലായിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് എയുടെ ജസ്റ്റേഴ്സ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. S സീരീസ് ആയതുകൊണ്ട് ചിലപ്പോൾ എയുടെ ജസ്റ്റേഴ്സ് അതിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 years ഓഫ് OS അപ്ഡേറ്റും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ആണ് വരുന്നത്. 7 years വരത്തില്ല. കാരണം അത് S സീരീസിന്റെ ഫ്ലാഗ്ഷിപ്പിനുള്ളതാണ്. അത് ഇവിടെ കൊണ്ടുവരത്തില്ല.
പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിന്റെ 2400 ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. കാരണം എക്സിനോസിന്റെ ഏറ്റവും നല്ല പ്രോസസ്സർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം എക്സിനോസിന്റെ ഇത്രയും നാൾ പ്രോസസ്സർ ഇറക്കിയിൽ AMD ആയിട്ട് ചേർന്ന് ഒരു അടിപൊളി പ്രോസസ്സറാണ് എക്സിനോസ് 2400. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എക്സിനോസിന്റെ പഴയ എക്സിനോസ് പോലെ അല്ല ഇത്. അത്യാവശ്യം ഇൻട്രസ്റ്റ്, കാരണം ഇത്രയും നാൾ യൂസ് ചെയ്തവർക്ക് ഒരു ഡിഫിക്കൽട്ടും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വന്നിട്ടില്ല. ഒരു ഹീറ്റിങ്ങോ, കാരണം നല്ല രീതിയിൽ കൂളിംഗ് S24 Plus അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലും കൂളിംഗ് ഒക്കെ വെച്ച് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എക്സിനോസിന്റെ 2400. നമ്മുടെ 8 Gen 2-നേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ് വരുന്നത്. കാരണം ഈ എക്സിനോസിന്റെ 2400 എന്ന് പറഞ്ഞ പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. ഹീറ്റിംഗ് ഇഷ്യൂ വല്ലായിട്ടില്ല. നല്ലൊരു കൂളിംഗ് എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു എക്സലന്റ് പ്രോസസ്സർ. ഗെയിമിങ്ങിനായാലും അഡ്രീനോടെ GPU ആയതുകൊണ്ട് അടിപൊളി പ്രോസസ്സർ. ആ ഒരു എക്സിനോസിന്റെ ഇത്രയും നാളുള്ള ആ ഒരു കുഴപ്പങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് അവർ ഈ ഒരു പ്രോസസ്സർ ഇറക്കി. ഇത് തന്നെയായിരിക്കും S24 FE വരാൻ പോകുന്ന പ്രോസസ്സർ. അത് കൺഫേംഡ് ആണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ വേർഷൻ കാണാൻ സാധ്യതയില്ല. സ്നാപ്ഡ്രാഗൺ കാണുവാണെങ്കിൽ 8S Gen 3 വെക്കത്തുള്ളൂ. അത്യാവശ്യം കാണാൻ സാധ്യതയില്ല നമുക്ക് 8S Gen 3. അതിനെക്കാട്ടിലും ഈ എക്സിനോസ് 2400 ആണ് ബെറ്റർ. പ്രൈസിംഗ് ഒന്നും റിവീൽ ഒന്നും ആയിട്ടില്ല. ഇറങ്ങുന്ന സമയത്തുള്ളൂ. എനിക്കൊന്ന് 54 to 65 അതിന്റെ ഇടയ്ക്കായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ സെയിലൊക്കെ ആയിരിക്കും S24 FEക്കൊക്കെ നല്ല രീതിയിൽ വില കുറയും. സെയിൽ സമയത്ത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാവരും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അങ്ങനത്തെ ഫെസ്റ്റിവലിന് വേണ്ടി കാത്തിരിക്കും. മിക്കവാറും ഏറ്റവും വില കുറവ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലായിരിക്കും ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും കൊടുക്കുന്നത്. വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാനം കാണത്തില്ല. മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സെപ്റ്റംബറിലായിരിക്കും മിക്കവാറും ഇറങ്ങാൻ പോകുന്നത്. ഈ ഡേറ്റ് ഒന്നും കൺഫേം അല്ല, ലീക്ക്ഡ് ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡേറ്റ് ഒന്നും ഒരു മാസം എന്തായാലും ഈ വർഷത്തിൽ തന്നെ എന്തായാലും S24 FE കാണും. നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം FEയുടെ സീരീസിന്റെ ഘടനയിൽ ഏറ്റവും നല്ല ഫോണായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബെസലസ് വളരെ കുറച്ചിറക്കിയ അത്യാവശ്യം ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും സാംസങ് ഈസ് പ്രെറ്റി ഗുഡ്. നോക്കുമ്പോൾ ഡിസ്പ്ലേ വൈസ് എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ലൊരു ഫോണായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കാം. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക.